ഇന്നാണ് എന്റെ അമ്മ പാവയ്ക്ക ഉണക്കമീൻ തോരനാണ് ഉണ്ടാക്കാൻ പോണേ. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാവയ്ക്ക തോരനാണ്. പാവയ്ക്ക തോരന് ചെറിയ കയ്പൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടമല്ലല്ലോ. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് പാവയ്ക്കായ്ക്ക് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. നമ്മളതിന് പ്രത്യേകത കൂടിയുണ്ട്. നമ്മളതിൽ ഉണക്കമീൻ ഇട്ടാണ് ആ തോരൻ വെക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് ഒരു പാവയ്ക്ക കൊത്തിയരിഞ്ഞതാണ്, പിന്നെ ഇത് ഒരു വലിയൊരു സവോള, 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഇത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ. ഇത് ഉണക്കമീൻ, കഷ്ണം ഉണക്കമീനാണ്. ഇത് ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തതാ. ഇതിനി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കും. ഇത് പൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ പാവയ്ക്കായി ചേർക്കും. ഇനി നമുക്ക് ഈ പാവയ്ക്കായിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഉണക്കമീൻ, തേങ്ങ ഒരു ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പാവയ്ക്ക തോരൻ വെക്കുന്നതിന് എണ്ണ ചേർക്കുന്നേ ഇല്ല. ഇപ്പോൾ ചട്ടി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നമ്മളിനി നേരെ ഈ പാവയ്ക്ക ഇതിലോട്ടിട്ട് വരും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ പാവയ്ക്കായിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഉണക്കമീന് ചെറിയൊരു ഉപ്പുണ്ടല്ലോ. അത് നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പാവയ്ക്കായി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ചെറുതീയിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണേ. എന്നിട്ട് മൂടി വെക്കണം. ഇനി നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കി. ഇപ്പം നല്ലതായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ പാവയ്ക്കായ്ക്ക് കയ്പ് കുറയാൻ വേറൊരു ടിപ്പ് കൂടെ ഉണ്ട്. നമ്മൾ കറി വെക്കുന്നതിന് തൊട്ട് മുൻപേ പാവയ്ക്ക അരിയാവുള്ളൂ. നമ്മൾ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ പാവയ്ക്ക അരിയാവുള്ളൂ. അരിഞ്ഞുടനെ തന്നെ അടുപ്പേ വെക്കുവാണെങ്കിലും പാവയ്ക്കയുടെ കയ്പ് കുറഞ്ഞ് കിട്ടും. ഈ ഉണക്കമീൻ ഇടുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എൻ്റെ പാവയ്ക്കയ്ക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉണക്കമീന് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടേക്കൊണ്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു പൊടി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തീയിലിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ പാവയ്ക്ക മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവി കയറുമ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്താൽ നല്ല തോർന്ന് കിട്ടും പാവയ്ക്ക. നല്ല തോരന. ഒരു തുള്ളി എണ്ണ പോലും നമ്മളിത് ചേർത്തിട്ടില്ല. പാവയ്ക്കയ്ക്ക് കയ്പുമില്ല. നമ്മുടെ പാവയ്ക്ക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് ആവിയെല്ലാം വന്നു. നമ്മുടെ പാവയ്ക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ നല്ലതായിട്ട് തോർന്നു. വെള്ളമൊന്നും ഇല്ലാതെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി റെഡിയായി. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് പാവയ്ക്കത്തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അതിന്റെ ഫീഡ്ബാക്ക് പറയണം. താങ്ക് യു. ബൈ ബൈ. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.